ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് സമൂസ ഷീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മൈദപ്പൊടി പൂരിക്ക് വേണ്ടി പരത്തിയ പോലെ നമുക്ക് കുഴച്ച് വെക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയിലേക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് പരത്താൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഓരോരോ പൂരിൻ്റെ വലിപ്പത്തിൽ പരത്തിയ ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ തടവിയ ശേഷം ഇതിലേക്ക് ആ പൊടി മിക്സ് ചെയ്ത പൊടിയും കൂടി അതിലേക്ക് വിതറിയ ശേഷം ഇതിലേക്ക് മറ്റേ പൂരിൻ്റെ വലുപ്പത്തിലുള്ള മാവും കൂടി വെച്ച് കൊടുക്കാം, പരത്തിയതും കൂടി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത ശേഷം നമുക്കിതൊന്ന് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് അതിലേക്ക് മൈദപ്പൊടി വിതരണം. ആ പൊടി മിക്സ് ചെയ്ത പൊടിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്തത് ഇതിലേക്ക് വിതറി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഓരോന്നായി ചപ്പാത്തിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം, നല്ല നൈസായി പരത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരത്തി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് തവയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ലൈറ്റാക്കി ചൂടാക്കുക വേണ്ടു, അധികം ചപ്പാത്തി ചൂടുന്ന മാതിരിയല്ല, ഒന്ന് ഡ്രൈ ആയി കിട്ടുക, അത്രയേ ഉണ്ടോ. അപ്പോൾ ഓരോന്നായി അങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് നമുക്കൊന്ന് ഇതിൻ്റെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തടിയിൽ അതിൻ്റെ അരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാവിലേക്ക് നമുക്ക് ഇടാം. കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിന്ന് പൊടിച്ചിട്ട് മാവ് നമുക്ക് ചെയ്ത മിക്സില്ലേ ഇതിൽ ഫില്ല് ചെയ്യുന്ന മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സാധാരണ ഉള്ളി, കാബേജ്, പിന്നെ കുറച്ച് ചിക്കൻ കൂടി വേവിച്ചതും കൂടി അതിലേക്ക് ഇട്ടു. ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഗമ്മിനെയാണ് ഈ മൈദ ഗമ്മിലേക്ക് കുറച്ച് അതേ പൊടി ഒന്ന് അധികമുള്ള പൊടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചെയ്യാം. ഇതൊന്ന് ഗമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് 4 ഭാഗം കട്ട് ചെയ്ത ശേഷം ഒരു ചപ്പാത്തിയിൽ 8 എണ്ണം കിട്ടും. അപ്പോൾ ഇതുപോലെ പറിച്ച് നേരതായിട്ട് കിട്ടും, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പുറമേ നമുക്ക് ഷീറ്റ് വാങ്ങണമെന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റിൽ ചപ്പാത്തി കിട്ടും. നമുക്ക് നേരിയത് ആണെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഇത് കുറച്ച് തടി ചുറ്റുമായതുകൊണ്ട് കട്ട് ചെയ്തെടുത്തെന്നുള്ളൂ. ഇത്താവുന്ന ഷേപ്പായി കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് ഫസ്റ്റ് ഗം ചെയ്ത് കവറാക്കാം. അതിന് ശേഷം നമുക്ക് ഓരോന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. പുറമേ ഒന്നും വാങ്ങണമെന്നില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് മാറ്റി കവറിലാക്കി ബോക്സിലാക്കി വെക്കാം. എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോമ്പിലൊക്കെ നല്ല ഇഫ്താറിന് നല്ല ഒരു അടിപൊളി സാധനം. നമുക്കിതൊന്ന് പെട്ടെന്ന് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പുറമേ വാങ്ങണമെന്നില്ല. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓരോന്നായി വിടർന്ന് കിട്ടുന്ന കണ്ടോ, ഇതുപോലെയാണ് ഓരോന്നായിട്ട് കിട്ടും.